Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൂടെ തന്നെയാണ് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് കോഴ്സുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളോടൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഈ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നിട്ടുള്ളത്. 4 വർഷത്തെ ബിരുദ പ്രോഗ്രാം, അതുപോലെ തന്നെ 3 വർഷത്തെ ബിരുദ പ്രോഗ്രാം, 2 വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാം, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഇതൊക്കെയാണ് നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. സോ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഫ്യൂച്ചർ പ്ലസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരുപാട് കോഴ്സ് കണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്, കേരളത്തിലുള്ള സ്റ്റുഡൻസ് പൊതുവെ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സസ് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ കൂടുതൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിലുള്ള മറ്റ് സർവകലാശാലകളുടെ എല്ലാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇപ്പം SGOയുടെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമാവുന്നുണ്ട്, അവരുടെ പഠനം തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയാണ്, അതായത് BA സൈക്കോളജി. യൂണിവേഴ്സിറ്റിയുടെ 6 പ്രോഗ്രാമുകളാണ് FIUGP പ്രോഗ്രാമുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൽ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BA മലയാളം, BBA, BCom, ഇതെല്ലാം ഓണേഴ്സ് ബിരുദമാണ്, 4 വർഷമാണ്. സോ ബാച്ചലർ ഓഫ് ആർട്സ് സൈക്കോളജി നമ്മൾ പറയുകയാണെങ്കിൽ, ഒബ്വിയസ്ലി ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ എലിജിബിലിറ്റി, പിന്നെ നമ്മൾ അതിൻ്റെ സിലബസ്, പിന്നെ ഫീസ്, ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ബാച്ചലർ ഓഫ് ആർട്സ് സൈക്കോളജി 3 വർഷത്തെ കോഴ്സാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നിലവിൽ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. 3 വർഷമാണെങ്കിൽ പോലും 6 സെമസ്റ്ററുകളാണ്. 6 മാസം കൂടുമ്പോൾ പരീക്ഷയും അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷനും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ 6 സെമസ്റ്ററിൽ 3 വർഷമായിട്ടാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കോഴ്സിന്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ളത്. അതായത് ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ യോഗ്യത എന്തായിരിക്കണം എന്നുള്ളത്. സോ യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ +2 ആണ്, അല്ലെങ്കിൽ +2ന് തതുല്യമായിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ പൂർത്തിയായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ചോദിക്കുന്നത് നമ്മുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലത്തെ കുറിച്ചാണ്. ഒരുപാട് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വളരെ വ്യക്തമായിട്ട് സെമസ്റ്റർ 1ൽ എന്ത് പഠിക്കണം, സെമസ്റ്റർ 2ൽ എന്ത് പഠിക്കണം, 3ൽ എന്ത് പഠിക്കണം, 4ൽ എന്ത് പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് S1 എന്ന് പറയുന്നത്. ആദ്യം പഠിക്കുന്നത് ബേസിക് സൈക്കോളജി പ്രോസസ്, അതുപോലെ തന്നെ ആൻസിലറി കോഴ്സായിട്ട് ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ മൂവ്മെന്റ്, പിന്നെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇങ്ങനൊരു പേപ്പർ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് സെമ്മിലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ കോർ പേപ്പർ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ്. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, മലയാളം വേണോ, ഇംഗ്ലീഷ് വേണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അറബിക്, അങ്ങനെയുള്ള സാൻസ്ക്രിറ്റ് പോലുള്ള പ്രോഗ്രാംസും എടുത്ത് പഠിക്കാം. പിന്നെ മലയാള സാഹിത്യ, കവിത, ഉപന്യാസ, നോവൽ, അല്ലെങ്കിൽ ഫങ്ഷണൽ അറബിക്, അങ്ങനെയുള്ള കോഴ്സുകൾ. S3യിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ ബിഹേവിയർ, ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ മൂവ്മെന്റ് പാർട്ട് 2 ആണ് വരുന്നത്. പിന്നെ 2 കോമൺ പേപ്പർ വരുന്നുണ്ട്, അതായത് ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡും ഹ്യൂമനിസം ആൻഡ് ലോജിക്കും. പിന്നെ സ്ട്രെസ് മാനേജും ഹ്യൂമൻ ഡെവലപ്മെന്റും ഓർഗനൈസേഷൻ ബിഹേവിയറും പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എഗെയിൻ നമുക്ക് 4ാമത്തെ സെമസ്റ്ററിലേക്ക് അവർക്കൊരു പേപ്പർ പഠിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള മലയാള സാഹിത്യ മാതൃകകൾ, അല്ലെങ്കിൽ ഹിന്ദി പദ്യ സാഹിത്യ അനുവദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാകാവ്യം, ഗദ്യം, കാവ്യം, എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റ് പേപ്പർ. കൂടുതലായിട്ടും ഈ കോമൺ പേപ്പർ അല്ലെങ്കിൽ ലാംഗ്വേജ് പേപ്പർ വരുന്ന സമയത്ത് ഏകദേശം എല്ലാ ലാംഗ്വേജും അതിലുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ്, സൈക്കോളജി ഓഫ് ജെൻഡർ, ന്യൂറോ സൈക്കോളജി, ആധുനിക മലയാള സാഹിത്യ ചരിത്രം, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ 4ാമത്തെ 5ാമത്തെയും സെമസ്റ്ററുകളിലായിട്ട് പഠിക്കുന്നു. 5ഉം 6ഉം സെമസ്റ്ററുകളിലേക്ക് ആവുന്ന സമയത്ത് കുറെ കൂടി കോർ പേപ്പറുകൾ അവർ പഠിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച്, അണ്ടർസ്റ്റാൻഡിംഗ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ്
ഇന്റർനെറ്റ് ടെക്നോളജി, ബാങ്കിങ്, ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 6ാമത്തെ സെമസ്റ്റർ, അതായത് അവസാന വർഷം ലാസ്റ്റ് സെമസ്റ്ററിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് ഡെസർട്ടേഷൻ അഥവാ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊജക്റ്റ് ചെയ്തിരിക്കണം. അതിന് പ്രത്യേകമായിട്ട് 6th സെമസ്റ്ററിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്തുള്ള കരിക്കുലം അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഫീസിന്റെ കാര്യത്തിലേക്ക് പോവാം. ഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ? അപ്പം 4530 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഫീസായിട്ട് വരുന്നത്. ആദ്യത്തെ സെമസ്റ്ററിൽ കുറച്ച് ഫീസ് കൂടുതലാണ്, വേറെ അഡ്മിഷൻ ഫീസും കാര്യങ്ങളും മറ്റു കുറേ ഫീസുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 2ാമത്തെ സെമസ്റ്റർ രജിസ്ട്രേഷൻ മുതൽ ഏകദേശം S6 വരെ, S2 മുതൽ S6 വരെ 2860 രൂപയാണ് ടോട്ടൽ ഫീസായിട്ട് പിന്നീട് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ BA സൈക്കോളജി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. 3 വർഷത്തെ കോഴ്സാണ്, 6 സെമസ്റ്റർ ആണ്, മിനിമം ക്വാളിഫിക്കേഷൻ +2 തന്നെയാണ്, അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളും സിലബസും. ഇത്രയാണ് കോഴ്സ് കംപ്ലീഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത് സെപ്റ്റംബർ 10 രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. സോ ആർക്കെങ്കിലും സൈക്കോളജി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസിന്റെ തന്നെ ലേൺ സ്റ്റോർ അവൈലബിൾ ആണ്, അതിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. ആൻഡ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റു കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.